പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സിട്രിക് ആസിഡ് സൈക്കിളിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. സിട്രിക് ആസിഡ് സൈക്കിളിനെ നമ്മൾ ക്രെബ്സ് സൈക്കിൾ എന്നോ അല്ലെങ്കിൽ TCA സൈക്കിൾ അഥവാ ട്രൈകാർബോക്സിലിക് ആസിഡ് സൈക്കിൾ എന്നോ പറയാറുണ്ട്. സിട്രിക് ആസിഡ് സൈക്കിളാണ് കാർബോഹൈഡ്രേറ്റിൻ്റെയും ഫാറ്റിൻ്റെയും അതുപോലെ അമിനോ ആസിഡിൻ്റെയും ഫൈനൽ കോമൺ ഓക്സിഡേറ്റീവ് പാത്വേ എന്ന് പറയുന്നത്. അതായത് കാർബോഹൈഡ്രേറ്റിൻ്റെ മെറ്റബോളിസത്തിൽ നിന്ന് നമുക്ക് പൈറുവേറ്റ് കിട്ടും, ഫാറ്റിൽ നിന്നാണെങ്കിൽ നമുക്ക് അസറ്റൈൽ കോഎൻസൈം എ കിട്ടും, അമിനോ ആസിഡിൽ നിന്നാണെങ്കിൽ നമുക്ക് ആൽഫ കീറ്റോ ഗ്ലൂട്രേറ്റ് കിട്ടും. അപ്പോൾ ഈ മൂന്ന് സബ്സ്ട്രേറ്റ്സ് അതായത് പൈറുവേറ്റ്, അസറ്റൈൽ കോഎൻസൈം എ, ആൽഫ കീറ്റോ ഗ്ലൂട്രേറ്റ് ഒക്കെ ഫൈനലി എൻ്റർ ചെയ്യുന്നത് സിട്രിക് ആസിഡ് സൈക്കിളിലോട്ടാണ്. അതുകൊണ്ടാണ് സിട്രിക് ആസിഡ് സൈക്കിളാണ് ഇവരുടെയൊക്കെ ഫൈനൽ കോമൺ ഓക്സിഡേറ്റീവ് പാത്വേ എന്ന് പറയാൻ കാരണം. TCA സൈക്കിളിൽ ഇൻവോൾവ് ചെയ്തേക്കുന്ന എൻസൈംസ് ഒക്കെ മൈറ്റോകോൺഡ്രിയൽ മെട്രിക്സിലാണ് പ്രസൻ്റ് ആയിരിക്കുന്നത്, അല്ലെങ്കിൽ അവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് സിട്രിക് ആസിഡ് സൈക്കിളിനകത്ത് എന്താ നടക്കുന്നതെന്ന് നോക്കാം. സിട്രിക് ആസിഡ് സൈക്കിളിനകത്ത് അസറ്റൈൽ കോഎൻസൈം എയുടെ ഓക്സിഡേഷനാണ് നടക്കുന്നത്. അപ്പോൾ ഈ അസറ്റൈൽ കോഎൻസൈം എയുടെ ഓക്സിഡേഷൻ നടന്നിട്ടത് കാർബൺ ഡയോക്സൈഡും വാട്ടറുമായിട്ട് കൺവേർട്ട് ചെയ്യും. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ സിട്രിക് ആസിഡ് സൈക്കിളിനകത്ത് ഓക്സാലോ അസറ്റേറ്റിൻ്റെ പ്രസൻസ് കാണാം. ഈ ഓക്സാലോ അസറ്റേറ്റ് ഒരു കാറ്റലിറ്റിക് റോളാണ് പ്ലേ ചെയ്യുന്നത്. സിട്രിക് ആസിഡ് സൈക്കിൾ ഓക്സിജൻ്റെ പ്രസൻസിൽ മാത്രമേ നടക്കത്തുള്ളൂ. അതുകൊണ്ട് എയറോബിക് കണ്ടീഷനിലാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് പറയാം. സിട്രിക് ആസിഡ് സൈക്കിളിനകത്ത് നടക്കുന്ന റിയാക്ഷൻസ് എങ്ങനെയാണെന്ന് നോക്കാം. പൈറുവേറ്റ് ഡീഹൈഡ്രോജനേസ് എൻസൈം പൈറുവേറ്റിനെ അസറ്റൈൽ കോഎൻസൈം എ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഇവിടെ നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പൈറുവേറ്റിൽ നിന്ന് കാർബൺ ഡയോക്സൈഡ് എലിമിനേറ്റ് ആവുന്നു, അവിടേക്ക് കോഎൻസൈം എ കയറി വരുന്നു. അപ്പോഴാണ് നമുക്ക് അസറ്റൈൽ കോഎൻസൈം എ കിട്ടുന്നത്. അപ്പോൾ അവിടെ ഒരു NADH+H+ ആയിട്ട് കൺവേർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഈ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഗ്ലൈക്കോളിസിസിനെയും TCA സൈക്കിളിനെയും ലിങ്ക് ചെയ്യുന്ന സ്റ്റെപ്പാണ്. അടുത്ത സ്റ്റെപ്പിൽ 2 കാർബൺ ആയിട്ടുള്ള അസറ്റൈൽ കോഎൻസൈം എയും 4 കാർബൺ ആയിട്ടുള്ള ഓക്സാലോ അസറ്റേറ്റും സിട്രേറ്റ് സിന്തേസ് എൻസൈമിൻ്റെ പ്രസൻസിൽ 6 കാർബൺ ആയിട്ടുള്ള സിട്രേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ അസറ്റൈൽ കോഎൻസൈം എയിൽ നിന്ന് കോഎൻസൈം എ എലിമിനേറ്റ് ആവുകയും ചെയ്യുന്നുണ്ട്. ഇനി അക്കോണിറ്റേസ് എൻസൈം സിട്രേറ്റിൽ ആക്ട് ചെയ്തിട്ട് സിട്രേറ്റിൽ നിന്ന് 1 മോളിക്യൂൾ ഓഫ് വാട്ടർ എലിമിനേറ്റ് ആവുന്നു, എന്നിട്ട് അത് സിസ് അക്കോണിറ്റേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുകയും ചെയ്യുന്നു. വീണ്ടും അക്കോണിറ്റേസ് എൻസൈം സിസ് അക്കോണിറ്റേറ്റിൽ ആക്ട് ചെയ്തിട്ട് അവിടെ വാട്ടറിനെ ആഡ് ചെയ്തിട്ട് അത് ഐസോസിട്രേറ്റ് ആക്കി കൺവേർട്ട് ചെയ്യുന്നു. ഐസോസിട്രേറ്റ് ഡീഹൈഡ്രോജനേസ് എൻസൈം ഐസോസിട്രേറ്റിൽ നിന്ന് ഹൈഡ്രജനെ മാറ്റിയിട്ട് അത് ഓക്സാലോ സക്സിനേറ്റ് ആക്കി കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെയും ഒരു NADH+H+ ആക്കി കൺവേർട്ട് ചെയ്യുന്നുണ്ട്. വീണ്ടും ഐസോസിട്രേറ്റ് ഡീഹൈഡ്രോജനേസ് എൻസൈം ഓക്സാലോ സക്സിനേറ്റിൽ നിന്ന് കാർബൺ ഡയോക്സൈഡിനെ എലിമിനേറ്റ് ആക്കിയിട്ട് അത് ആൽഫ കീറ്റോ ഗ്ലൂട്രേറ്റ് ആക്കി കൺവേർട്ട് ചെയ്യുന്നു. ഇനി ആൽഫ കീറ്റോ ഗ്ലൂട്രേറ്റ് ഡീഹൈഡ്രോജനേസ് ആൽഫ കീറ്റോ ഗ്ലൂട്രേറ്റിനെ സക്സിനൈൽ കോഎൻസൈം ആക്കി കൺവേർട്ട് ചെയ്യുന്നു. അപ്പം അവിടെ ഒരു NADH+H+ ആക്കി കൺവേർട്ട് ചെയ്യുന്നു. അവിടെ ഒരു കോഎൻസൈം എ ആഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ നിന്നൊരു കാർബൺ ഡയോക്സൈഡും എലിമിനേറ്റ് ആവുന്നുണ്ട്. സക്സിനോ തയോകൈനേസ് സക്സിനൈൽ കോഎൻസൈം എയിൽ നിന്ന് കോഎൻസൈം എയെ എലിമിനേറ്റ് ആക്കിയിട്ടത് സക്സിനേറ്റ് ആക്കി കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ ഒരു GTP ആയിട്ട് കൺവേർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇനി സക്സിനേറ്റ് ഡീഹൈഡ്രോജനേസ് എൻസൈം സക്സിനേറ്റിൽ ആക്ട് ചെയ്തിട്ട് അവിടുന്ന് 2 ഹൈഡ്രജനെ എലിമിനേറ്റ് ആക്കുന്നു, എന്നിട്ടത് ഫ്യൂമറേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ ഒരു FADH2 ആയിട്ട് കൺവേർട്ട് ആവുകയും ചെയ്യുന്നു. ഇനി ഈ ഫ്യൂമറേറ്റിലോട്ട് ഫ്യൂമറേസ് എൻസൈം ആക്ട് ചെയ്യുന്നു, അവിടെ ഒരു വാട്ടർ മോളിക്യൂൾ ആഡ് ചെയ്യുകയും ചെയ്യുന്നു, അത് L-മാലേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഇനി L-മാലേറ്റിലോട്ട് മാലേറ്റ് ഡീഹൈഡ്രോജനേസ് എൻസൈം ആക്ട് ചെയ്യുമ്പോഴത്തേക്കും അത് ഓക്സാലോ അസറ്റേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ അവിടെയും NADH+H+ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഈ ഓക്സാലോ അസറ്റേറ്റ് അസറ്റൈൽ കോഎൻസൈം ആയിട്ട് വീണ്ടും ചേർന്ന് സിട്രേറ്റ് സിന്തേസ് എൻസൈമിൻ്റെ പ്രസൻസിൽ സിട്രേറ്റ് ആയിട്ട് മാറുന്നു. ഈ സൈക്കിൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇതാണ് സിട്രിക് ആസിഡ് സൈക്കിൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് സിട്രിക് ആസിഡ് സൈക്കിളിൻ്റെ എനർജറ്റിക്സ് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഗ്ലൈക്കോളിസിസിനെയും സിട്രിക് ആസിഡ് സൈക്കിളിനെയും ലിങ്ക് ചെയ്തിട്ടുള്ള ഒരു സ്റ്റെപ്പാണ്. അതായത് പൈറുവേറ്റ് അസറ്റൈൽ കോഎൻസൈം എ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന സ്റ്റെപ്പ്.
അവിടെ ഒരു NADH പ്രൊഡ്യൂസ് ആവുന്നുണ്ട്. ഇവിടെ നമ്മൾ 2H മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഒരു ഗ്ലൂക്കോസ് മോളിക്യൂളിൽ നിന്ന് നമുക്ക് 2 പൈറുവേറ്റ് മോളിക്യൂൾസ് കിട്ടും. അങ്ങനെയാണെങ്കിൽ 2 പൈറുവേറ്റ് മോളിക്യൂൾസ് 2 അസറ്റൈൽ കോഎൻസൈം A ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 2 NADH മോളിക്യൂൾസ് കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ ഈ 2H മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഒരു NADH 2.5 ATPയോട് ഈക്വലൻ്റ് ആണ്. അപ്പം നമുക്ക് 2 NADH നിന്ന് നമുക്ക് 2 മോളിക്യൂൾ ഓഫ് ഐസോസിട്രേറ്റ് 2 മോളിക്യൂൾ ഓഫ് ഓക്സാലോസക്സിനേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പം 2 മോളിക്യൂൾ NADH പ്രൊഡ്യൂസ് ആവുന്നു. അങ്ങനെ നമുക്ക് ടോട്ടൽ 5 ATP കിട്ടുന്നു. 2 മോളിക്യൂൾ ഓക്സാലോസക്സിനേറ്റ് 2 മോളിക്യൂൾ ആൽഫ കീറ്റോ ഗ്ലൂട്രേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പം 2 NADH കിട്ടും. അവിടുന്ന് നമുക്ക് ടോട്ടൽ 5 ATP കിട്ടും. ഇനി 2 മോളിക്യൂൾ സക്സിനൈൽ കോഎൻസൈം A 2 മോളിക്യൂൾ സക്സിനേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോഴത്തേക്കും 2 GTP പ്രൊഡ്യൂസ് ആവുന്നുണ്ട്. ഒരു GTP ഈസ് ഇക്വലൻ ടു 1 ATP. അതുകൊണ്ട് തന്നെ നമുക്ക് 2 ATP ആണ് അവിടെ നിന്ന് ടോട്ടൽ കിട്ടുന്നത്. ഇനി സക്സിനേറ്റ് ഫ്യൂമറേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോഴത്തേക്ക് 2 FADH2 പ്രൊഡ്യൂസ് ആവുന്നുണ്ട്. 1 FADH2 ഈസ് ഇക്വലൻ ടു 1.5 ATP. സോ ടോട്ടൽ 3 ATP അവിടെ നിന്ന് നമുക്ക് കിട്ടും. ഇനി L മാലേറ്റ് ഓക്സാലോ അസറ്റേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോഴത്തേക്കും 2 NADH പ്രൊഡ്യൂസ് ആവുന്നുണ്ട്. അങ്ങനെ നമുക്ക് ടോട്ടൽ 5 ATP പ്രൊഡ്യൂസ് ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പം ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് TCA സൈക്കിളിനെയും ഗ്ലൈക്കോളിസിസിനെയും ലിങ്ക് ചെയ്യുന്ന ഒരു സ്റ്റെപ്പാണ് അല്ലേ. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് 5 ATP പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സ്റ്റെപ്പ് നോക്കാതെ ബാക്കിയുള്ള സ്റ്റെപ്പിൽ നിന്ന് കിട്ടുന്ന ATP എത്രയാണെന്ന് നോക്കാം. 5 + 5 + 2 + 3 + 5 ടോട്ടൽ നമുക്ക് 20 ATP കിട്ടും. ഈ സ്റ്റെപ്പും കൂടെ കൂട്ടുവാണെങ്കിൽ നമുക്ക് ടോട്ടൽ 25 ATP കിട്ടും. അപ്പോൾ 1 മോളിക്യൂൾ ഓഫ് ഗ്ലൂക്കോസിൽ നിന്ന് നമുക്ക് എത്ര ATP കിട്ടിയെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഗ്ലൈക്കോളിസിസിൽ നിന്ന് പ്രൊഡ്യൂസ് ആവുന്ന ATPയും TCA സൈക്കിളിൽ നിന്ന് കിട്ടുന്ന ATPയും സം ചെയ്യണം. അപ്പോൾ 7 + 25 ചെയ്യുമ്പോൾ നമുക്ക് 32 ATP കിട്ടും. അപ്പോൾ 1 മോളിക്യൂൾ ഓഫ് ഗ്ലൂക്കോസിൽ നിന്ന് ടോട്ടൽ നമുക്ക് 32 ATP കിട്ടും. അടുത്തത് സിഗ്നിഫിക്കൻസ് ഓഫ് സിട്രിക് ആസിഡ് സൈക്കിൾ. ആദ്യത്തെ പോയിൻ്റാണ് കംപ്ലീറ്റ് ഓക്സിഡേഷൻ ഓഫ് അസറ്റൈൽ കോഎൻസൈം A. അസറ്റൈൽ കോഎൻസൈം Aക്ക് കംപ്ലീറ്റ് ഓക്സിഡേഷൻ നടന്നിട്ട് അത് കാർബൺ ഡയോക്സൈഡും വാട്ടറും ആയിട്ട് കൺവേർട്ട് ആവുന്നുണ്ട്. സെക്കൻഡ് പോയിൻ്റാണ് ATP ജനറേഷൻ. നമുക്കറിയാം സിട്രിക് ആസിഡ് സൈക്കിളിൽ കുറേ NADHും FADH2 ഒക്കെ പ്രൊഡ്യൂസ് ആവുന്നത്. ഈ NADHും FADH2 ഒക്കെ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനിലൂടെ പാസ് ചെയ്തിട്ടത് ATP പ്രൊഡക്ഷനിലോട്ട് ലീഡ് ചെയ്യുന്നുണ്ട്. തേർഡ് പോയിൻ്റാണ് ഫൈനൽ കോമൺ ഓക്സിഡേറ്റീവ് പാത്വേ ഫോർ കാർബോഹൈഡ്രേറ്റ്സ്, ഫാറ്റ്സ് ആൻഡ് അമിനോ ആസിഡ്സ്. ഇത് നേരത്തെ പറഞ്ഞ പോയിൻ്റാണ്. അതായത് കാർബോഹൈഡ്രേറ്റിൻ്റെയും ഫാറ്റിൻ്റെയും അമിനോ ആസിഡിൻ്റെയൊക്കെ ഫൈനൽ കോമൺ ഓക്സിഡേറ്റീവ് പാത്വേ ആണ് സിട്രിക് ആസിഡ് സൈക്കിൾ എന്ന് പറയുന്നത്. ഫോർത്ത് പോയിൻ്റാണ് ഗ്ലൂക്കോജനസിൻ്റെയും ട്രാൻസമിനേഷൻ്റെയും ഡിയമിനേഷൻ്റെയും പ്രോസസ്സിലൊക്കെ TCA സൈക്കിൾ ആക്റ്റീവ്ലി ഇൻവോൾവ് ആവുന്നുണ്ട്. ആൻഡ് ഫിഫ്ത്ത് പോയിൻ്റാണ് ക്രെബ്സ് സൈക്കിൾ ആംഫിബോളിക് ഇൻ നേച്ചറാണ്. അതായത് ക്രെബ്സ് സൈക്കിളിൽ കാറ്റബോളിക് ആയിട്ടുള്ളതും അനാബോളിക് ആയിട്ടുള്ള റിയാക്ഷൻസും നടക്കുന്നുണ്ട്.